ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് റിക്കേഴ്സീവ് ഫംഗ്ഷനാണ്. എന്താണ് ഒരു റിക്കേഴ്സീവ് ഫംഗ്ഷൻ? റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സംതിങ് ദാറ്റ് റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് അല്ലെങ്കിൽ ദാറ്റ് കോൾസ് ഇറ്റ് സെൽഫിനെയാണ് നമ്മൾ റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ റിക്കേർഷൻ നമ്മൾ പഠിച്ചെടുത്തുന്ന പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ള ഒരു സാധനമാണ്. റിക്കേർഷനകത്തെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ടെർമിനേഷൻ വേണം, ഒരു ബേസ് കേസ് വേണം. നമ്മൾ സ്വിച്ച് കീവേഡൊക്കെ യൂസ് ചെയ്തില്ലേ, ആ സമയത്തെ പോലെ തന്നെ നമുക്കിതൊരു ബേസ് കേസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ലൂപ്പായിട്ട് ഇൻഫിനിറ്റ് ലൂപ്പായിട്ട് ഇത് പൊക്കോണ്ടേയിരിക്കും. അപ്പം അതാണ് ഒരു റിക്കേഴ്സീവ് ഫംഗ്ഷൻ്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അൺഎക്സ്പെക്റ്റഡ് ബിഹേവിയർ ആയിരിക്കും, പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം റിക്കേർഷൻ അല്ലെങ്കിൽ റിക്കേഴ്സീവ് ഫംഗ്ഷൻസ് എഴുതുമ്പോഴത്തേനും ടെർമിനേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റായിട്ട് കൊടുക്കുക. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫാക്ടോറിയലിൻ്റെ എക്സാമ്പിളാണ്. നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ തന്നെ ഫാക്ടോറിയൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫാക്ടോറിയൽ എന്താണ്, ഞാനിവിടെ ഇപ്പം ഒരു പ്രാവശ്യം ഈ ഒരു ഫാക്ട് ഫംഗ്ഷനെ വിളിച്ചു. ഇവിടെ എഗെയിൻ ഐ എം കോളിംഗ് ദാറ്റ് ഫംഗ്ഷൻ ഓവർ എഗെയിൻ. ദിസ് പെർട്ടിക്കുലർ മെത്തേഡ് ഇസ് കോൾഡ് റിക്കേർഷൻ. പിടികിട്ടിയോ? ഈ റിക്കേർഷനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഈക്വേഷൻ ഓഫ് ഇൻഈക്വാലിറ്റിയാണ് എന്താണ്, റീകറൻസ് റിലേഷൻ. റീകറൻസ് റിലേഷനകത്ത് നമ്മൾക്ക് 4 മെത്തേഡാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട്, ഈ ഒരു മോഡ്യൂളിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. റിക്കറൻസ് റിലേഷനകത്ത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന എന്താണ്, റിക്കേഴ്സീവ് ഫംഗ്ഷനാണ്. റിക്കേഴ്സീവ് ഫംഗ്ഷൻ്റെ എന്താണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ടൈം കോംപ്ലക്സിറ്റിയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിനനുസരിച്ച് എത്രമാത്രം ടൈമാണ് യൂസ് ചെയ്യുന്നത്. ഫോർ സ്മോളർ ഇൻപുട്സ്, നമുക്ക് മാനേജബിൾ ആയിട്ടുള്ള ഇൻപുട്സിനാണ് നമ്മൾ ഈ ഒരു റിക്കറൻസ് റിലേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു റിക്കറൻസ് റിലേഷനകത്ത് 2 സെക്ഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് ഞാൻ താഴോട്ട് അടുത്ത ഓരോ മെത്തേഡ്സ് ഡിസ്ക്രൈബ് ചെയ്യുമ്പോഴത്തേനും പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ആദ്യമേ നമ്മൾ പഠിക്കാൻ പോകുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്ന കൂടുതലും നമ്മൾ പണ്ട് ടൈം കോംപ്ലക്സിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് പഠിച്ചായിരുന്നു അല്ലേ. ടൈം കോംപ്ലക്സിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് പഠിച്ച ആ ഒരു നോളേജും പ്ലസ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനും ഇത് രണ്ടും യൂസ് ചെയ്തിട്ടാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ടൈം കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ ഒരു റിക്കറൻസ് റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തൽക്കാലത്തിൽ നിന്ന് ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. ഇതൊരു റിക്കറൻസ് റിലേഷനാണ് അല്ലേ. ഹൗ ഡു യു അണ്ടർസ്റ്റാൻഡ്സ് റിക്കറൻസ് റിലേഷൻ? ഈ ഒരു ഫംഗ്ഷൻ കീവേഡ് തന്നെ നമുക്കിവിടെ എഗെയിൻ കോൾസ് എഗെയിൻ ഓക്കെ ഇറ്റ് സെൽഫ്, അതായത് ഫംഗ്ഷൻ തന്നെ എഗെയിൻ അകത്ത് വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു റിക്കറൻസ് റിലേഷനാണ്. ഇനി നമുക്ക് ഓരോന്നിനും നമ്പർ ഇട്ട് തുടങ്ങാം. എന്താണ് നമ്മൾ നോക്കുന്നത്, ടൈം കോംപ്ലക്സിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റിന് ടൈം കോംപ്ലക്സിറ്റി ഉണ്ടോ? ഉണ്ട്, 1 ആണ് കോംപ്ലക്സിറ്റി. പ്രിൻറ്റിങ്ങിനുണ്ടോ? ഉണ്ട്. അടുത്തത് ഫംഗ്ഷന് എത്രയാണ് ഞാൻ കൊടുക്കുക? ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പം ഇതിപ്പോൾ 1 ടൈമാണ് നടന്നത്. ഈ ഒരു ഫംഗ്ഷൻ n-1 ടൈംസ് പിന്നെയും കോൾ ചെയ്യുന്നുണ്ട്. n-1 ടൈംസ് പിന്നെയും പോകണം. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എനിക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് t ഓഫ് n-1. ഇപ്പം ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കുന്നത് എൻ്റെ t ഓഫ് n ആണ്. സോ t ഓഫ് n ഇത്രയുമാണെന്നുണ്ടെങ്കിൽ n-1 എൻട്രിക്ക് n-1 ടൈപ്സ് ഈ സാധനം ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഐ ക്യാൻ റൈറ്റ് മൈ t ഓഫ് n ആസ് t ഓഫ് n-1 പ്ലസ് 2. സോ ദിസ് ഇസ് മൈ റിക്കറൻസ് റിലേഷൻ. ലെറ്റ് മീ മാർക്ക് ഇറ്റ് as 1. സോ ദിസ് ഇസ് മൈ റിക്കറൻസ് റിലേഷൻ. ഓക്കെ, ക്ലിയർ? ഇനി അടുത്തത് എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് കിട്ടിയിട്ട് കാര്യമില്ല. ഇതെന്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ടൈം കോംപ്ലക്സിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. ടൈം കോംപ്ലക്സിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്റ്റാൻഡേർഡ് മെത്തേഡ് എന്താണ്? ബിഗ് O ആണല്ലേ. അപ്പോൾ ബിഗ് O പരുവത്തിന് നമുക്ക് ഈ ഒരു ഈക്വേഷനെ ആക്കണം. അതിന് ഞാനിവിടെ ചെയ്യുന്ന പരിപാടി സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ഞാനിവിടെ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ഞാനിപ്പോൾ തൽക്കാലത്തിന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ n is equal to n-1 ഞാൻ ഇടുവാണ്. എൻ്റെ ഫസ്റ്റ് കേസ് n is equal to n-1 ഞാൻ ചെയ്യുവാണ്. അതായത് n എവിടെയുണ്ടോ അവിടെ ഞാൻ n-1 വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. t ഓഫ് n-1 is equal to t ഓഫ് n-1 minus 1 plus 2. അപ്പം ദാറ്റ് ഇസ് നത്തിങ് ബട്ട് t ഓഫ് n-2 പ്ലസ്
ഓക്കെ, അല്ലല്ലോ, ഒരു സെക്കൻഡ്. ടി ഓഫ് n മൈനസ് 1 ടി ഓഫ് n മൈനസ് 1 ഇസ് ഈക്വൽ ടു ടി ഓഫ് n മൈനസ് 2 പ്ലസ് 2. അത് കറക്റ്റാണ്. ഓക്കെ, ഞാൻ ഇത് കറക്റ്റായിരുന്നു, ചുമ്മാ വായിച്ച് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കിട്ടി. ഇതിന് എന്ത് ചെയ്യണം? ഐ എം സബ്സ്റ്റിറ്റ്യൂട്ടിങ്, ഇത് എൻ്റെ 2 ആണ്, സബ്സ്റ്റിറ്റ്യൂട്ടിങ് 2 in 1. എന്താണ് എനിക്ക് കിട്ടുന്നത്? ടി ഓഫ് n ഇസ് ഈക്വൽ ടു, ഇത് കണ്ടോ, ടി ഓഫ് n മൈനസ് 1 ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ടീവാണ്. ടി ഓഫ് n മൈനസ് 2 പ്ലസ് 2, ഇത്രയുമാണ് എൻ്റെ ടി ഓഫ് n മൈനസ് 1. ഓക്കെ, ആൻഡ് പ്ലസ് 2. സോ ദാറ്റ്സ് നത്തിങ് ബട്ട് ടി ഓഫ് n മൈനസ് 2 പ്ലസ് 2 സ്ക്വയറെന്നോ അല്ലെങ്കിൽ 4 എന്നോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഴുതാം. ഇനി അടുത്ത ഞാൻ എന്താണ് ചെയ്യുന്നത്? അടുത്തത് എഗെയിൻ ഐ എം ട്രൈയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് n ഇസ് ഈക്വൽ ടു n മൈനസ് 2 വെച്ച് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്, വിച്ച് മീൻസ് ദറ്റ് ടി ഓഫ് n മൈനസ് 2 ഇസ് ഈക്വൽ ടു ടി ഓഫ് n മൈനസ് 3 പ്ലസ് 2. Substituting 3 in 1, what do I get? T of n is equal to, ഇവിടെ t in 1 അല്ല കേട്ടോ, സോറി, ഇത് 3. ഓക്കെ, ലെറ്റ് മീ ടേക്ക് ഇറ്റ് as 4. ഇത് 4 ആണെന്ന് വിചാരിക്കാം. 3 in 4, t of n minus 3 plus 2 plus 4, t of n minus 3 plus 6. We will continue up to a point where n മൈനസ് n എന്ന് പറഞ്ഞൊരു കേസ് വരെ ഐ വിൽ കണ്ടിന്യൂ. സോ ഐ വിൽ റീറൈറ്റ് ദിസ് പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് as how ടി ഓഫ് n ഇസ് ഈക്വൽ ടു ടി ഓഫ് n മൈനസ് n. അതായത് ഞാനിത് n മൈനസ് 3, n മൈനസ് 4, n മൈനസ് 4 എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാം പോയി അൺടിൽ ആൻഡ് അൺലെസ് ഐ റീച്ച് 0 പ്ലസ് n ഇൻറ്റു 2. അതെന്തുകൊണ്ടാണ് n ഇൻറ്റു 2? ഇവിടെ എനിക്ക് 2 ഇൻറ്റു 1 ആണ് ഇവിടെ 2 വന്നത്. ഇവിടെ 2 ഇൻറ്റു 2 ആണ് എനിക്ക് 4 വന്നത്. ഇവിടെ 2 ഇൻറ്റു 3 ആണ് എനിക്ക് 6 വന്നത്. അപ്പം ഇങ്ങനത്തെ റിക്കറൻസ് റിലേഷൻ നമ്മൾ ചെയ്യുമ്പോഴത്തേനും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പാറ്റേൺ കണ്ടുപിടിക്കണം. ട്രൈ ടു ഫൈൻഡ് എ പാറ്റേൺ, അതാണ് ഉള്ള സംഭവം. സോ n ഇൻറ്റു 2, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് n മൈനസ് എന്താണ്? 0 ആണ്. ടി ഓഫ് 0 പ്ലസ് 2n. ടി ഓഫ് 0 എന്താണ്? ടി ഓഫ് 0 എന്ന് പറയുന്നത് നമ്മൾ 1 ആണ് എടുത്തേക്കുന്നത്. അപ്പം ടി ഓഫ് 0 ഇസ് 1 പ്ലസ് 2n ആണ് എൻ്റെ ടി ഓഫ് n. അത് ഒ ഓഫ് n ആകുമ്പോഴത്തേനും ബിഗ് ഓയിലും ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴത്തേനും ഇറ്റ്സ് ഒ ഓഫ് n. സോ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വാട്ട് ഹാവ് വി ഡൺ ഹിയർ? നമ്മൾ ഇനീഷ്യലി ആ ഒരു കോഡ് സ്നിപ്പെറ്റിനെ അനലൈസ് ചെയ്യുന്നു. അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ടി ഓഫ് n മൈനസ് 1ൻ്റെ റെപ്രസെൻറ്റേഷനിൽ എഴുതുന്നു. അത് കഴിഞ്ഞേച്ച് നമ്മൾ എന്താണ് അതിനെ സോൾവ് ചെയ്ത് ബിഗ് ഒ നൊട്ടേഷനിൽ ആക്കിയെടുക്കുന്നു. ഓക്കെ, അത്രയാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. ഇനി അടുത്ത നമുക്കൊരു ക്വസ്റ്റ്യനോട് നോക്കാം. ഇവിടെ നമ്മൾ ആദ്യമേ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ആദ്യമേ കോഡ് സ്നിപ്പെറ്റിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ടി ഓഫ് n നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇഫ് കണ്ടീഷന് നമ്മളിവിടെ 1 കൊടുക്കുന്നു, റിട്ടേണിന് 0 കൊടുക്കുന്നു. ഇവിടെ ഇതൊരു അർത്തമെറ്റിക് ഓപ്പറേഷൻ ആയതുകൊണ്ട് അതിൽ ഗിവ് എ 1. എഫ് ഓഫ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ടി ഓഫ് n മൈനസ് 1. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ നേരെ എഴുതി പോകുന്നത്. സോ ടി ഓഫ് n ഇസ് നത്തിങ് ബട്ട് ടി ഓഫ് n മൈനസ് 1 പ്ലസ് 2. വൈ ഇസ് 2. റിട്ടേൺ നമ്മൾ കൊടുക്കുന്നതിൽ ഒരു കണ്ടീഷനും ഇവിടെ ഇത്. ഇനി അടുത്തത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ടി ഓഫ് 1 ആണ്. വൈ ടി ഓഫ് 1 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മളുടെ ബേസ് കണ്ടീഷൻ എന്താണ്? ബേസ് കണ്ടീഷൻ നമ്മൾ മനസ്സിലാക്കണം. ബേസ് കണ്ടീഷൻ എന്ന് പറയുന്നത് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലല്ലോ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. ലെറ്റ് മീ ജസ്റ്റ് വൺ സെക്കൻഡ്. അപ്പം n ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലെസ്, ഓക്കെ, ലീവ് ഇറ്റ്. n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് അവിടെ വരുന്ന ഫസ്റ്റ് കണ്ടീഷൻ n ഇസ് ഈക്വൽ ടു 1 എന്നുള്ള ഒരു സംഭവമാണ്. അപ്പം n 1 ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് നടക്കാൻ പോകുന്നത്? ടി ഓഫ് 1 എന്താണ്? n 1 ആണെന്നുണ്ടെങ്കിൽ n ഇസ് ഈക്വൽ ടു 1 ആവുന്ന കേസിൽ, ഓക്കെ, ആ റിട്ടേൺ, ഓക്കെ യാ, സോ ഇറ്റ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ n ഇസ് ഈക്വൽ ടു 1 ആവുന്ന കേസിൽ നമുക്ക് റിട്ടേൺ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് ഇവിടെ നടക്കുന്നുള്ളൂ, ഈ താഴത്തേത് നടക്കുന്നില്ല.
സോ n ഇസ് ഈക്വൽ ടു 1 ചെക്ക് ചെയ്തതിന് ഒരു മാർക്ക് പിടിക്കും. അതുപോലെ തന്നെ റിട്ടേൺ, ഇത് ഫൈനൽ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഒരെണ്ണം കൂടെ വരും. സോ മൈ ടി ഓഫ് 1 ഇസ് നത്തിങ് ബട്ട് 2. അപ്പം നിങ്ങൾ വിചാരിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മളിങ്ങനെ ചെയ്തില്ലല്ലോ എന്ന്. നമ്മളിവിടെ ഇത് കണ്ടോ, ടി ഓഫ് 0 എടുത്തത് കണ്ടോ? അതെങ്ങനെ എടുത്തെന്നാ, ഇവിടെ n ഇസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത് അതിൻ്റെ ഫോൾസ് കണ്ടീഷൻ n ഇസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ്, അല്ലെങ്കിൽ n ഇസ് ലെസ് ദാൻ 0. n ഇസ് ഈക്വൽ ടു 0യുടെ കേസിൽ നമ്മൾ ടൈം കോംപ്ലക്സിറ്റി നോക്കുകയാണെങ്കിൽ ഈ ഇഫിന് ഒരു 1 മാത്രമേ വരത്തുള്ളൂ. കാരണം ഈ ഒരു ബ്രാക്കറ്റ് നമ്മൾക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നില്ലല്ലോ. അപ്പം കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ഒരു 1 ടൈം കോംപ്ലക്സിറ്റി മാത്രമേ വരത്തുള്ളൂ. അതുകൊണ്ടാണ് ടി ഓഫ് 0 നമ്മൾ 1 വെച്ച് റീപ്ലേസ് ചെയ്തത്. ഓക്കെ, ഇനി എന്താ, ഓക്കെ, ഇവിടെ നമ്മൾ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. അപ്പം കോഡ് സ്നിപ്പറ്റിൻ്റെ ടി ഓഫ് n കണ്ടുപിടിച്ചു, ടി ഓഫ് 1 ബേസ് കണ്ടീഷൻ കണ്ടുപിടിച്ചു. ഇനി അടുത്തത് നമ്മൾ പ്രീവിയസ്ലി ചെയ്ത പോലെ തന്നെ n ഇസ് ഈക്വൽ ടു n-1 എന്ന് പറഞ്ഞ് ആദ്യമേ നമ്മൾ നോക്കുന്നു. ടി ഓഫ് n ഇസ് ഈക്വൽ ടു ടി ഓഫ് n-1 ഇസ് ഈക്വൽ ടു ടി ഓഫ് n-2 പ്ലസ് 2 plus 2, this is 1, this is 2, putting 2 in 1, t of n is equal to t of n-2 plus 2 plus 2. Okay, ഇതെൻ്റെ തേർഡ് ഇക്വേഷനാണ്. പുട്ടിങ് n is equal to n-2, t of n-2 is equal to t of n-3 പ്ലസ് 2. എന്തുകൊണ്ടാണ് n-3 വന്ന്? n-2 -1 4. ഇതൊക്കെ ഞാൻ എഴുതി പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ജസ്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതി എടുക്കുകയും ചെയ്തിട്ടുള്ളൂ. അതാണ് ഞാനിങ്ങനെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് എഴുതി പോകുന്നത് കേട്ടോ. പുട്ട് 4 in 3 എന്താണ്? ഈ ഒരു ടി n-2ന് ഞാൻ ഇവിടെ കയറ്റുകയാണ് ചെയ്യുന്നത്. ടി ഓഫ് n ഇസ് ഈക്വൽ ടു ടി ഓഫ് n-3 plus 2 plus 2 plus 2. സോ നെക്സ്റ്റ് വാട്ട് വി ഹാവ് ടു ഡു. അപ്പോൾ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനെ ഞാൻ ജനറലായിട്ട് ഐ ആം റൈറ്റിംഗ് ഇറ്റ് ഇൻ ദ ഫോമാറ്റ് ദാറ്റ് ടി ഓഫ് n. അപ്പോൾ അതാണ് നമ്മൾ തേർഡ് സ്റ്റെപ്പ് വരുന്നത്. നമ്മൾ ഫസ്റ്റ് 1-2 കേസസ് ട്രൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ആ കേസസിൽ നിന്നും നമ്മൾ ഡിറൈവ് ചെയ്യണം. ടി ഓഫ് n ഇസ് നത്തിങ് ബട്ട് എന്താണ്, ടി ഓഫ് n-k എന്ന് പറഞ്ഞ ഒരു വാല്യൂ എടുക്കുകയാണ്, പ്ലസ് 2 ഇൻറ്റു k. ഇവിടെ ഞാൻ k ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി n-1. ഓക്കെ, ഇത് മനസ്സിൽ വെക്കുക. ഇവിടെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുക. ടി ഓഫ് n ഇസ് ഈക്വൽ ടു ജനറൽ സ്റ്റേറ്റ്മെൻറ്റിൽ മേക്ക് ഇറ്റ് സിമിലർ ടു ടി ഓഫ് 1. കാരണം എന്താണ്, നമുക്ക് ടി ഓഫ് 1ൻ്റെ വാല്യൂ ഉള്ളൂ. നമുക്ക് വാല്യൂ ഇല്ലാണ്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ അല്ല. ടി ഓഫ് n ഇസ് ഈക്വൽ ടു ടി ഓഫ് n ഇത് മൈനസ് കെയുടെ വാല്യൂ എന്താണ്, n+1 പ്ലസ് 2 ഇൻറ്റു കെ എന്താണ്, n-1. ടി ഓഫ് n-n 0 1 പ്ലസ് 2 n-1. ടി ഓഫ് 1 എന്താണ്, 2 ആണ്. 2 പ്ലസ് 2 n-2 -2 -2 പ്ലസ് 2 -2 ക്യാൻസൽ, 2n, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് O of n. അപ്പം ഈ ഒരു സെക്ഷൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ അത്രയാണ്. സോ ഹൗ ആർ വി ഡൂയിങ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്? ലെറ്റ്സ് ജസ്റ്റ് കൺക്ലൂഡ്. ആദ്യമേ ഒരു കോഡ് സ്നിപ്പറ്റ് തരുമ്പോൾ അതിൻ്റെ ടി ഓഫ് n കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മളുടെ ബേസ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ നമ്മുടെ പ്രൈമറി സ്റ്റെപ്പ് എന്താണെന്ന് നോക്കുക. ഇപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും n ഇസ് ഈക്വൽ ടു 1 നമ്മളുടെ ഒരു കണ്ടീഷൻ പ്രൈമറി ആയിട്ട് ടെർമിനേറ്റ് ചെയ്യും. ഓക്കെ, അത് നോക്കുക. ആ ഒരു ടൈം കോംപ്ലക്സിറ്റിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് 2 ഡെമോ കേസസ് നോക്കുക. അതിൽ നിന്നും ഒരു ജനറൽ ഫോർമാറ്റ് നമ്മളുടെ ഈ ഒരു ടൈം കോംപ്ലക്സിറ്റിക്ക് കണ്ടുപിടിക്കാനായിട്ട് നോക്കുക. അതിൽ നിന്നും ടി ഓഫ് 1 കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു ആൻസർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈക്വേഷൻ മാറ്റുക. അത്രയും സിമ്പിളാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്.